ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. മിക്സ്ചർ തയ്യാറാക്കിയെടുക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പിന് 1/4 കപ്പ് എന്ന തോതിൽ 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാ പച്ചവെള്ളം കൊണ്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. ദാ ഇപ്പോൾ മാവിങ്ങനെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. മിക്സ്ചറിന്റെ സേവ ഉണ്ടാക്കിയെടുക്കുന്നതിനായി സേവനാഴിയിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. മാവ് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായി എടുക്കുന്ന അച്ചാണ് സേവ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലും ഇതുപോലെ എണ്ണ തടവി കൊടുക്കാം. ഇനി സേവനാഴിയിലേക്ക് അച്ചിട്ടതിന് ശേഷം മാവ് നിറച്ചു കൊടുക്കാം. ഇനി സേവനാഴി നല്ല ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോഴേക്കും മാവ് കുറേശ്ശെയായി ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. സേവയുടെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ സേവ നല്ല കറക്റ്റ് പരുവത്തിലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇങ്ങനെ മുഴുവൻ സേവയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയെടുത്ത് മിക്സ്ചറിനുള്ള ബൂന്തി തയ്യാറാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് ലൂസാക്കി എടുക്കാൻ. ഇനി ഈ മാവ് ഒരു കണ്ണാപ്പയിലൂടെ എണ്ണയിലേക്ക് ഒഴിച്ച് ചെറിയ ബോൾസുകളാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നിലക്കടല അഥവാ കപ്പലണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ പൊട്ടുകടലയും എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നന്നായി കഴുകി തുടച്ച കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളി കൂടിയാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിനായി വലിയ വിസ്താരമുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സേവ ഒന്ന് വെച്ച് കൊടുത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബൂന്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൈ ചെയ്തെടുത്ത കപ്പലണ്ടി, പൊട്ടുകടല, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സറിന്റെ കളറിനും ഫ്ലേവറിനും ഒക്കെ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മിക്സറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മിക്സ്ചറിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയ കായപ്പൊടിയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളെല്ലാം മിക്സറിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്.
ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സമയമുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ മിക്സ്ചർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്